ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് മെംബ്രെയിൻ പമ്പ്സ്, കാരിയേഴ്സ് ആൻഡ് ചാനൽസിനെ കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തോ പഠിച്ചത്? പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ, ഫങ്ഷൻ, അതെല്ലാം നമ്മൾ കണ്ടു. അതിൻ്റെ മോഡൽ, ആക്സെപ്റ്റഡ് മോഡൽ, അതെല്ലാം കണ്ടു. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ പോവാം. പ്ലാസ്മ മെംബ്രെയിനിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെംബ്രെയിൻ പോസ് ഉണ്ട്. അതെന്തിനാ? പ്ലാസ്മ മെംബ്രെയിൻ്റെ പെർമിബിലിറ്റി. പ്ലാസ്മ മെംബ്രെയിനിൽ കൂടെ എന്തെങ്കിലും സബ്സ്റ്റൻസസ്, മൊളിക്യൂൾസ് ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യാൻ ഈ പോസാണ്, മെംബ്രെയിൻ പോസാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണ്? 3 ഡിഫറെൻറ്റ് ടൈപ്സ് പറഞ്ഞത്. പമ്പ്സ് ഉണ്ട്, കാരിയേഴ്സ് ഉണ്ട്, ചാനൽസ് ഉണ്ട്. അപ്പോൾ ഇത് മൂന്നും നമ്മൾ കാണാൻ പോവുകയാണേ. പമ്പ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പമ്പ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില എൻസൈംസ് ആണ്. എൻസൈംസ് എന്ന് പറയുമ്പോൾ പ്രോട്ടീൻസ് ആണ്, അല്ലേ? അപ്പോൾ ഇത് എന്താ ചെയ്യുന്നത്? ഇത് ചില അയോൺസിനെ അല്ലെങ്കിൽ സൊല്യൂട്ട്സിനെയൊക്കെ എന്ത് ചെയ്യും? ഈ പ്ലാസ്മ മെംബ്രെയിൻ്റെ എക്രോസ് ആയിട്ട് പമ്പ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ പമ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എനർജി വേണം, അല്ലേ? ഇവിടെ അത് കൊടുക്കാം. പമ്പ്സ് ആണെങ്കിൽ അതിന് എന്തോ വേണം? ഇതിന് ഫ്രം എ ടി പി ആണ് എനർജി കൊടുക്കുന്നത്. എ ടി പിയിൽ നിന്ന് എനർജി ഉപയോഗിച്ചിട്ടാണ് ഈ പമ്പുകൾ മൊളിക്യൂൾസിനെ പ്ലാസ്മ മെംബ്രെയിൻ എക്രോസ് ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ എ ടി പി ആണ് എനർജി കൊടുക്കുന്നത് പറയുമ്പോൾ എല്ലായിടത്തും എ ടി പി അല്ല, അല്ലാത്ത പ്ലേസസും ഉണ്ട്. അതാ പറഞ്ഞത്, ലൈറ്റ്, അതർ സോഴ്സസ് എന്ന് പറഞ്ഞു. മെയിൻലി ഏതാണ്? എ ടി പി. അപ്പോൾ ഈ പമ്പ്സിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താ? അപ്പം നമുക്ക് ഈ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ എക്രോസ് ഒരു അയോൺസിൻ്റെ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ഉണ്ട്. അത് ആ ഗ്രേഡിയൻ്റ് അതേപോലെ നിർത്തിയാലേ സെല്ല് ഇൻടാക്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പം ആ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഉദാഹരണത്തിന് പൊട്ടാസ്യമാണ് സെല്ലിൻ്റെ, ഇത് സെല്ലായിട്ട് വരയ്ക്കുന്നത്. പൊട്ടാസ്യം സെല്ലിൻ്റെ അകത്തും സോഡിയം സെല്ലിൻ്റെ പുറത്തുമുള്ള അയോൺസ് ആണ്. അപ്പം ഇത് ഇങ്ങനെ തന്നെ ഇരിക്കണം. അതായത് സോഡിയം ഇങ്ങോട്ടും കയറില്ല. സോഡിയത്തിൻ്റെ കോൺസെൻട്രേഷൻ എവിടെയായിരിക്കും കൂടുതൽ? സെല്ലിൻ്റെ പുറത്ത്. പൊട്ടാസ്യത്തിൻ്റെ കോൺസെൻട്രേഷൻ സെല്ലിൻ്റെ അകത്തായിരിക്കണം കൂടുതൽ. അപ്പം ആ ഒരു ഗ്രേഡിയൻറ്റ്, അതാണ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്, അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ ആരാ ഹെൽപ്പ് ചെയ്യുന്നത്? പമ്പ്സ് ആണ്. അതെന്താ കാരണം? നമുക്കറിയാം, ഇപ്പം നമ്മുടെ കോൺസെൻട്രേഷൻ കൂടിയ ഒരു സ്ഥലം, ഡെയിലി ലൈഫിൽ, റിയൽ ലൈഫിൽ ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡാമുകളിൽ കോൺസെൻട്രേഷൻ, വെള്ളം കെട്ടി നിർത്തി ആ ഡാം ഉണ്ടല്ലോ, അത് തുറക്കുമ്പം വെള്ളം എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? ഡാമിൽ നിന്ന് താഴോട്ടല്ലേ പോകുന്നത്. അപ്പോൾ കോൺസെൻട്രേഷൻ കൂടിയെടുത്തുനിന്ന് താഴോട്ട്. അപ്പം അതാണല്ലോ നോർമൽ ആയിട്ടുള്ളൊരു ടെൻഡൻസി. അപ്പോൾ ഈ സോഡിയത്തിൻ്റെ കോൺസെൻട്രേഷൻ ഇവിടെ കൂടുതലാവുമ്പം ഇതിന് ഇഷ്ടം എന്തുകൊണ്ട്? അകത്തോട്ട് കയറാൻ. അതേപോലെ നമ്മുടെ പൊട്ടാസ്യത്തിൻ്റെ കോൺസെൻട്രേഷൻ ഇവിടെ കൂടുതലായതുകൊണ്ട് ഇതിന് ഇഷ്ടം എന്തുമായിരിക്കും? അങ്ങോട്ട് പോകാൻ. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലായിട്ട് സെല്ലിന് വേണ്ടുന്ന കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ഡിസ്റ്റർബ്ഡ് ആവും. അപ്പം അവിടെയാണ് ഈ പമ്പ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് എഗനിസ്റ്റ് ആയിട്ടൊരു മൊളിക്യൂളിനെ മൂവ് ചെയ്യണമെങ്കിൽ, മൊളിക്യൂൾ അല്ലെങ്കിൽ അയണിനെ മൂവ് ചെയ്യണമെങ്കിൽ അവിടെ എനർജി വേണം, അല്ലേ? നമുക്ക് മലയിൽനിന്ന് ഒരു മലയുടെ മുകളിൽ നിന്നൊരു കല്ല് താഴോട്ട് ഉരുട്ടിയിടാൻ നമുക്കവിടെ എനർജി ആവശ്യമില്ല. പക്ഷേ മുകളിലേക്ക് തള്ളിക്കയറ്റാനാണെങ്കിൽ എന്താ വേണം? അവിടെ എനർജി ആവശ്യമാണ്. അതാണ് പറയുന്നത്. അപ്പം പമ്പ്സിൻ്റെ സിഗ്നിഫിക്കൻസ് അതാണ്. എക്സാമ്പിൾ, ഇപ്പോൾ ഒരെണ്ണം പറയുന്നത് F0, F1 ATPs. ഇത് മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിനിൽ കാണപ്പെടുന്ന ഒരു പമ്പാണ്. അവിടുത്തെ H+ അയോണിൻ്റെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് റെഗുലേറ്റ് ചെയ്യുന്നത്. അടുത്ത എക്സാമ്പിൾ സോഡിയം പൊട്ടാസ്യം പമ്പ്. അത് നെർവ്സ് സെല്ലിലും മസിൽ സെല്ലിലും ഒക്കെയാണ് കൂടുതലായിട്ട് ഉള്ളത്. ഇനി കാരിയേഴ്സിനെ കുറിച്ചാണ് കാണാൻ പോകുന്നത്. കാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അതും പ്രോട്ടീൻസ് തന്നെയാണ്. എങ്ങനത്തെ പ്രോട്ടീനാണെന്ന് നോക്കി. ഇൻ്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻസ്. എന്തുവാ ഇൻ്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻസ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. അപ്പം ഇങ്ങനെ ലിപ്പിഡ് ബൈലെയർ പ്ലാസ്മ മെംബ്രെയിൻ്റെ
അപ്പോൾ അതിൽ ഇങ്ങനെ ഇതിനെ സ്പാൻ ചെയ്ത് കാണുന്ന പ്രോട്ടീൻസിനെയാണ് ഇൻ്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അപ്പം കാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇൻ്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻസ് ആണ്. ഇവരെന്ത് കൊടുക്കും? ഇവരൊരു പാസീവ് പാത്വേ കൊടുക്കും. എനർജി ഒന്നും ആവശ്യമില്ലാത്ത ഒരു പാസീവ് പാത്വേ കൊടുക്കും ഈ മൊളിക്യൂൾസ് അല്ലെങ്കിൽ സബ്സ്റ്റൻസിന് പ്ലാസ്മ മെംബ്രെയിൻ്റെ അക്രോസ് മൂവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട്? ഡയറക്ഷൻ ഓഫ് ഡൗൺ ദ കോൺസെൻട്രേഷൻ, അതായത് കോൺസെൻട്രേഷൻ കൂടിയെടുത്തുനിന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞെടുത്തോട്ടാണ്. അതുകൊണ്ടാണ് അതിന് എനർജി വേണ്ടാത്തത്. എക്സാമ്പിൾ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിൽ വർക്ക് ചെയ്യുന്ന ചില പ്രോട്ടീൻസ് ഉണ്ട്. അതെന്താണെന്നൊക്കെ നമ്മൾ ഇനി അങ്ങോട്ട് കാണാം. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എപ്പോഴും ചെയ്യുന്നത് ഇപ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ ആണ്. അവിടെ ഒരു പ്രോട്ടീൻ, അതാണ് നമ്മുടെ കാരിയർ പ്രോട്ടീൻ. ഇവിടെ കുറേ സബ്സ്റ്റൻസ് കൂടുതലുണ്ടെങ്കിൽ അപ്പം ആ കോൺസെൻട്രേഷൻ്റെ എന്താണ് ഗ്രേഡിയൻറ്റിൻ്റെ ഡയറക്ഷനിൽ, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ ഈ ഗ്രേഡിയൻറ്റിൻ്റെ ഡയറക്ഷൻ, കാരണം ഇവിടെ കൂടുതലും ഇവിടെ ഈ സബ്സ്റ്റൻസ് കുറവും. അപ്പോൾ ഗ്രേഡിയൻറ്റിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ, ആ ഡയറക്ഷനിൽ മൊളിക്യൂൾസ് അല്ലെങ്കിൽ സബ്സ്റ്റൻസസിനെ ട്രാൻസ്പോർട്ട് ചെയ്യും. സോ അതാണ് കാരിയേഴ്സ്. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഉണ്ടോ, കോൺസെൻട്രേഷൻ ഇവിടെ കൂടുതൽ, അപ്പം ഈ ഡയറക്ഷനിൽ മൊളിക്യൂൾസിൽ സബ്സ്റ്റൻസ് ട്രാൻസ്പോർട്ട് ചെയ്യും. അതാണ് കാരിയേഴ്സ്. ഈ ചാനൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ചാനൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഇവരും ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് തന്നെയാണ്. ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് ഇനി എന്താണെന്ന് പറയണ്ടല്ലോ അല്ലേ. ഇതിനകത്ത് അയോൺസിന് പാസീവായിട്ട് ഇതുവഴി മൂവ് ചെയ്യാം. പാസീവ് എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോണം, കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിൻ്റെ അതേ ഡയറക്ഷനിൽ എനർജി ഒന്നും ഉപയോഗിക്കാതെ അയോൺസിന് മൂവ് ചെയ്യാൻ പറ്റും. ഏതുവഴി? ചാനൽസ് വഴി. അയോൺ സ്പെസിഫിക് ആയിട്ടുള്ള ഓപ്പൺ ആയിട്ടിരിക്കുന്ന ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാനൽ മീൻസ് ഒരു പാത്വേ ആണ് ഈ പോസ് എന്ന് പറയുന്നത്, ചാനൽസ് എന്ന് പറയുന്ന പോസ്. ഇത് ഒരു ചെറിയ രീതിയിൽ റെഗുലേഷനും ഒക്കെ ഉണ്ട്. ഇതിനെ കൺട്രോൾ ചെയ്യാം. ഇത് എപ്പം തുറക്കണം എപ്പം അടയ്ക്കണം എന്നൊക്കെ ഒരു ലൈറ്റായിട്ട് ഇതിനെ റെഗുലേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ചാനൽസ് ഫോം ചെയ്തേക്കുന്നത് ചിലപ്പം ഒറ്റ ഒരു പ്രോട്ടീൻ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രോട്ടീൻസ് അഗ്രിഗേറ്റ് ചെയ്തിട്ടായിരിക്കും ഒരു ചാനൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ചാനൽസിനെ ഗേറ്റഡ് ചാനൽസ് എന്ന് വിളിക്കും. എന്തുകൊണ്ടെന്ന് അതറിയാമോ? ഇതിനെ അടയ്ക്കാനും തുറക്കാനും പറ്റുന്നതുകൊണ്ട് ഈ ചാനൽസിനെ എന്തെന്ന് വിളിക്കാം? ഗേറ്റഡ് ചാനൽസ് എന്ന് വിളിക്കാം. എക്സാമ്പിൾ ഉണ്ട്, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം അയോൺ ഗേറ്റഡ് ചാനൽസ് ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. അപ്പം ഇത് കൂടുതലും കാണുന്നത് എവിടെയാണ്? നെർവ്സിലും മസിൽസിലുമാണ്. ഈ ഗേറ്റഡ് ചാനൽസിൻ്റെ ടൈപ്സ് ഇനി ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, വോൾട്ടേജ് ഗേറ്റഡ് ചാനൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു മെംബ്രെയിൻ, അതിന് അക്രോസ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ ആ ഒരു വോൾട്ടേജിന് മാറ്റം വരുമ്പം തുറക്കുന്ന ചാനലാണ് ഏതെന്ന് പറയുന്നത്? വോൾട്ടേജ് ഗേറ്റഡ് ചാനൽ എന്ന് പറയുന്നത്. ഇനി കെമിക്കൽ ഗേറ്റഡ് ചാനലുണ്ട്. കെമിക്കൽ ഗേറ്റഡ് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മെംബ്രെയിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ചാനലുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും ഒരു ലിഗാൻഡ്, എന്തെങ്കിലും ഒരു ചിലപ്പോൾ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിരിക്കാം, അത് വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ മാത്രം തുറക്കുന്ന ചാനൽസ്. അതാണ് കെമിക്കൽ. കാരണം ആ ലിഗാൻഡ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് അല്ലേ, അത് വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ തുറക്കുന്നത്. സ്ട്രെച്ച് ആക്ടിവേറ്റഡ് ചാനൽസ് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട്, സ്ട്രെച്ചിങ് കൊണ്ട് ഓപ്പൺ ആവുന്ന ചാനൽസ്. അത് സ്റ്റൊമാറ്റയിലാണ് സാധാരണ കാണുന്നത്. സ്റ്റൊമാറ്റയ്ക്കകത്ത് വാട്ടർ കൊണ്ട് സ്റ്റൊമാറ്റ ഇങ്ങനെ നിറയുമ്പം ആ സ്ട്രെച്ചിങ് കൊണ്ട് ഓപ്പൺ ആവുന്ന കുറേ അയോൺ ചാനൽസ് ഉണ്ട് സ്റ്റൊമാറ്റയിൽ. അപ്പം അത്തരം ചാനൽസാണ് വേറൊരു ടൈപ്പ് ഈ ഗേറ്റഡ് ചാനൽസിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത്. സ്ട്രെച്ച് ആക്ടിവേറ്റഡ് ചാനൽ, സ്ട്രെച്ച് ചെയ്യുമ്പോൾ മാത്രമേ എവിടെയാണോ ആ ചാനൽ ഇരിക്കുന്നത്, ആ ഇരിക്കുന്ന മെംബ്രെയിൻ സ്ട്രെച്ച്ഡ് ആവുമ്പോൾ ആ ചാനൽസ് ഓപ്പൺ ചെയ്യും. മനസ്സിലായി? ഇനി ട്രാൻസ്മെംബ്രെയിൻ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ
പ്ലാസ്മ മെംബ്രെയിനിന് എക്രോസ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് എങ്ങനെയൊക്കെ നടക്കുന്നു, ഏതൊക്കെയാണ് മെക്കാനിസംസ്, അതാണ് പറയാൻ പോകുന്നത്. മെയിൻ പ്രോസസ് ഇൻവോൾവ് ഏതൊക്കെയാ? ഡിഫ്യൂഷൻ, ഓസ്മോസിസ്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. ഡിഫ്യൂഷനും ഓസ്മോസിസും ഒക്കെ നിങ്ങൾ ലോവർ ക്ലാസ്സസിലേ തന്നെ കുറേ പ്രാവശ്യം പഠിച്ചതാണ്. ഇതും പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ബൾക്ക് ട്രാൻസ്പോർട്ട് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിഫ്യൂഷൻ എന്താണെന്ന് അറിയാം. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ? ഒരു ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് സബ്സ്റ്റൻസിൻ്റെ മൊളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റിനെയാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ കോൺസെൻട്രേഷൻ കൂടുതൽ, ഇവിടെ കുറവ്. അപ്പോൾ എന്താ ചെയ്യുക? കണ്ടോ, ഇങ്ങനെ കോൺസെൻട്രേഷൻ കൂടിയിടത്തു നിന്ന് കുറഞ്ഞിടത്തേക്ക് ഒഴുകി എപ്പോഴാണോ രണ്ടിടത്തും ഒരേപോലെ ആവുന്നത് അത്രയും സമയം വരെ, അതാകുന്നിടം വരെ ആ ഫ്ലോ കണ്ടിന്യൂ ചെയ്യും. സോ ആ പ്രോസസ്സിനെയാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഡിഫ്യൂഷൻ ഇസ് എ പാസീവ് മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്. ആറ്റംസ് ആവാം, അയോൺസ് ആവാം, മൊളിക്യൂൾസ് ആവാം. ഇത് എവിടെ നിന്ന് എങ്ങോട്ട്? ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ലോവർ concentration until those substance got evenly distributed. ഓക്കെ, അപ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടല്ലോ, പ്ലാസ്മ മെംബ്രെയിൻ ചാർജ്ഡ് ആയിട്ടുള്ള അയോൺസിന് ഇംപെർമിയബിൾ ആണ്, പെർമിറ്റ് ചെയ്തില്ല ചാർജ്ഡ് ആയിട്ട് അയോൺസിന് കേട്ടോ. പക്ഷേയിൽ അയൺ ചാനൽസ്, നമ്മൾ ചാനൽസ് പഠിച്ചല്ലോ, പാസീവായിട്ട് അയോൺസിന് മൂവ് ചെയ്യാൻ പറ്റുന്ന ഓപ്പണിംഗ് ആണെന്ന് പറഞ്ഞല്ലോ. അങ്ങനത്തെ കുറേ അയൺ ചാനൽസ് ഉണ്ട് പ്ലാസ്മ മെംബ്രെയിൻ. അപ്പം അതുവഴി ചാർജ്ഡ് ആയിട്ടുള്ള അയോൺസിന് ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ അതിൽ നിന്ന് മനസ്സിലാക്കണ്ടേ? പ്ലാസ്മ മെംബ്രെയിൻ ഇംപെർമിയബിൾ ആണ് ചാർജ്ഡ് ആയിട്ടുള്ള അയോൺസിന്. അതിൻ്റെ അർത്ഥം ചാർജ്ഡ് ആയിട്ട് അയോൺസിന് പ്ലാസ്മ മെംബ്രെയിൻ ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല എന്നല്ല. പ്ലാസ്മ മെംബ്രെയിനിൽ സ്പെസിഫിക് അയൺ ചാനൽസ് ഉണ്ട്. ആ ചാനൽസ് വഴി ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി ഇവർക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഓസ്മോസിസും മൂവ്മെന്റ് ആണ് ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു ലോ കോൺസെൻട്രേഷൻ. പക്ഷേ അവിടെ സൊല്യൂട്ട് അല്ല, ഒരു സോൾവെന്റ് ആണ് മൂവ് ചെയ്യുന്നത് ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ, അല്ലേ? അപ്പോൾ ഇതുണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു പാർട്ടീഷൻ ഉണ്ട്. സെമി പെർമിയബിൾ മെംബ്രെയിൻ നമുക്കിവിടെ കാണാം. രണ്ട് എന്താണ് അത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു സൊല്യൂഷനെ. അപ്പോൾ ആ സൊല്യൂഷൻ്റെ പ്രത്യേകത നോക്കിക്കേ, ഈ ഒരു സൈഡിൽ സൊല്യൂട്ട്സ് കൂടുതൽ, അല്ലേ? ഇവിടെയാണെങ്കിൽ സൊല്യൂട്ട്സ് കുറവ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് മൂവ്മെൻറ്റ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയാണോ സോൾവെൻറ്റ് കൂടുതലുള്ളത് അവിടുന്ന് സോൾവെൻറ്റ് കുറവുള്ളിടത്തേക്ക്, സോൾവെൻറ്റ് എന്ന് പറയുമ്പോൾ വാട്ടർ ഓർത്തിരിക്കുക. ഇവിടെ എവിടെയാണ് വാട്ടർ കൂടുതലുള്ളത്? ഇവിടെയല്ലേ വാട്ടർ കൂടുതലുള്ളത്? അപ്പം ഇവിടുന്ന് ഇങ്ങോട്ട് വാട്ടർ മൂവ് ചെയ്യും, കണ്ടോ? അപ്പോൾ ഇവിടെ ലെവല് കുറഞ്ഞു, ഇവിടെ കൂടി. അപ്പം അതാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ diffusion of solvent from a region of higher concentration of solvent to a region of lower concentration of solvent, അത് ഇമ്പോർട്ടൻ്റ് ആണ്, solvent, through a semi-permeable membrane. This involves only movement of water. അത് ആണ് എടുത്തു പറയേണ്ട വ്യത്യാസം. സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്നുള്ള പോയിന്റും ഉണ്ടായിരിക്കണം നിങ്ങളുടെ ആൻസറിൽ. ഇനി വാട്ടർ പൊട്ടൻഷ്യൽ എന്താണെന്ന് അതുകൂടെ നമുക്ക് ഒന്ന് മനസ്സിലാക്കണം. ഓസ്മോസിസിൻ്റെ ഡെഫിനിഷനിൽ നമുക്ക് ആഡ് ചെയ്യേണ്ട ഒരു ടേം ആണത്, അതുകൊണ്ട് പറയണം. വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കേപ്പബിലിറ്റി, അല്ലേ? വാട്ടറിൻ്റെ കേപ്പബിലിറ്റി. എന്തിനുള്ള കേപ്പബിലിറ്റി ആണെന്ന് നോക്കിയേ? ടു മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരിടത്തേക്ക് മൂവ് ചെയ്യാനുള്ള വാട്ടറിൻ്റെ കേപ്പബിലിറ്റിയാണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഈ വാട്ടർ പൊട്ടൻഷ്യൽ സൊല്യൂട്ടിൻ്റെ അളവ് കൂടുമ്പം കുറയും. അപ്പോൾ ഇവിടെ നോക്കിയേ, അപ്പോൾ സൊല്യൂട്ടിൻ്റെ അളവ് കൂടുതൽ ഇവിടെ അല്ലേ, അപ്പോൾ ഇവിടെ വാട്ടർ പൊട്ടൻഷ്യൽ കുറവ്, ഇവിടെ വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതൽ. മനസ്സിലിരുന്നുകൊണ്ട് നമുക്ക് ആ ഡെഫിനിഷൻ നോക്കാം ഓസ്മോസിസിൻ്റെ. വാട്ട് ഈസ് ഓസ്മോസിസ്? മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം എ റീജിയൻ ഓഫ് ഹയർ വാട്ടർ പൊട്ടൻഷ്യൽ, അതെവിടെയാണ്? ഇവിടെ, അല്ലേ? ടു എ റീജിയൻ ഓഫ് ലോവർ വാട്ടർ പൊട്ടൻഷ്യൽ, ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അതാണ് ഓസ്മോസിസ്. ക്ലിയർ ആയോ? ഓക്കെ,
ഇനി ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുമ്പം ആരോ സപ്പോർട്ട് ചെയ്യുന്നു ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ എന്താണെന്ന് നമുക്കറിയാം. മൂവ്മെന്റ് ഓഫ് സബ്സ്റ്റൻസസ് ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ അൻറ്റിൽ ബോത്ത് റീജിയൻ അറ്റൈൻസ് ഇക്വിലിബ്രിയം, അല്ലേ? അപ്പോൾ ആ ഒരു ഡിഫ്യൂഷനെ, സിമ്പിൾ ഡിഫ്യൂഷനെ സപ്പോർട്ട് ചെയ്യുന്നു സം അഡീഷണൽ മൊളിക്യൂൾസ് ഓർ സ്ട്രക്ചേഴ്സ്. അതിനെ കാരിയേഴ്സ് എന്ന് പറയും. കാരിയേഴ്സ് കേട്ടോ, ഒരു മീഡിയേറ്റർ ആണേ. ഡിഫ്യൂഷനിൽ മീഡിയേറ്റർ ഉള്ള പ്രോസസ്സാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അപ്പം ഇവിടെ ചില കാരിയർ മൊളിക്യൂൾസ് ഉണ്ടായിരിക്കും. ആ കാരിയർ മൊളിക്യൂൾസ് ആണ് ഏത് സബ്സ്റ്റൻസിനെയാണോ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഏത് ടൈപ്പ് സബ്സ്റ്റൻസസ് ആണ് ഈ ഒരു ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴി മൂവ് ചെയ്യുന്നത് പ്ലാസ്മ മെംബ്രെയിൻ അക്രോസ്? മെയിൻലി ഷുഗേഴ്സ് ആൻഡ് അമിനോ ആസിഡ്സ്. ഷുഗേഴ്സും അമിനോ ആസിഡ്സ് ആണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴി പ്ലാസ്മ മെംബ്രെയിൻ ക്രോസ് ചെയ്യുന്നത്. ഇനി ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കിയാലോ. ഇറ്റ് ഈസ് സബ്സ്ട്രേറ്റ് സ്പെസിഫിക്. അപ്പോൾ ഓരോ കാരിയറിനും ഓരോ മീൻസ് സ്പെസിഫിക് സബ്സ്ട്രേറ്റ് ഉണ്ടായിരിക്കും, അതിനെ മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ. ഓക്കെ, ഇത് കോമ്പീറ്റഡ് ബൈ സ്ട്രക്ചറലി സിമിലർ സബ്സ്ട്രേറ്റ്സ്. അപ്പം ഒരു കാരിയർ ഉണ്ട്. അപ്പോൾ ഈ കാരിയറിന് എന്താ, ഇതിന് കോംപ്ലിമെൻ്റ് ആയിട്ട് സബ്സ്ട്രേറ്റ് ഉണ്ട്, അതേ ഷേപ്പ് അല്ലേ? അപ്പോൾ ഇതേ ഷേപ്പിൽ വേറെ വന്നു കഴിഞ്ഞാൽ അതുമായിട്ട് ഇത് കോമ്പീറ്റ് ചെയ്യും. സോ ദാറ്റ് ടൈപ്പ് ഓഫ് സബ്സ്ട്രേറ്റ് ഇറ്റ് ഓൾവേസ് കോമ്പീറ്റിംഗ് വിത്ത് അതർ സിമിലർ സ്ട്രക്ചേർഡ് സബ്സ്റ്റൻസസ്. അപ്പം ഇതിനെ പോലെ ഇരിക്കുന്നവർ ഉണ്ടെങ്കിൽ, ആ മീഡിയത്തിൽ ഉണ്ടെങ്കിൽ എന്താ വരുന്നത്, ഇവർ തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും കാരിയറിൽ ബൈൻഡ് ചെയ്ത്. സോ അതാ പറയുന്നത് കോമ്പീറ്റഡ് ബൈ സ്ട്രക്ചറലി സിമിലർ സബ്സ്ട്രേറ്റ്സ്. pH ഡിപ്പെൻഡൻസി. അപ്പം അത് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നെങ്കിൽ ഒരു ഒപ്റ്റിമം pH ഉണ്ടായിരിക്കണം. ഇവിടെയും ട്രാൻസ്പോർട്ട് എങ്ങനെയാണ്? ഇൻ ദ ഡയറക്ഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. അതായത് എവിടെയാണോ കോൺസെൻട്രേഷൻ കൂടുതൽ അവിടെ നിന്ന് കുറഞ്ഞിടത്തോട്ടായിരിക്കും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഈ ഇതിനകത്തെ ആ എൻസൈംസ്, അത് കാരിയേഴ്സ് ഉണ്ടല്ലോ, അതിനെ ചില ഇൻഹിബിറ്റേഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫങ്ഷനെ നമുക്ക് ഹിൻഡർ ചെയ്യാൻ പറ്റും. ഏതാണ് ഒരു എക്സാമ്പിൾ അങ്ങനത്തെ ഒരു എൻസൈം ഇൻഹിബിറ്റർ? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഇൻഹിബിറ്റർ സബ്സ്റ്റൻസിന് എക്സാമ്പിളാണ് സൾഫൈഡ്രിൽ സബ്സ്റ്റൻസസ്, സൾഫൈഡ്രിൽ ബ്ലോക്കിംഗ് ഏജൻസ് എന്നാണ് പറയുന്നത്. അത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ എൻസൈംസ് വർക്ക് ചെയ്യത്തില്ല. പർട്ടിക്കുലർ സബ്സ്ട്രേറ്റിനെ പ്ലാസ്മ മെംബ്രെയിൻ എക്രോസ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യും. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞെങ്കിലും അതിനൊക്കെ എന്താണ് ഇത്തിരിയൂടെ ഒരു സീരിയസ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ആയിരിക്കും ഉള്ളത്, അല്ലേ? കാരണം ആ അയോൺസ് അല്ലെങ്കിൽ സബ്സ്ട്രേറ്റിന് ഒരു എന്തായാലും ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ടായിരിക്കും ബോഡിയിൽ. അപ്പോൾ അത് നടക്കത്തില്ല, അതിൻ്റെ മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് നടന്നില്ലെങ്കിൽ. ഇനി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പം എനർജി വേണ്ടുന്ന ട്രാൻസ്പോർട്ടാണ്. ഇതുവരെയെല്ലാം നമ്മൾ പറഞ്ഞത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ്. ഇവിടെയോ ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആയിരിക്കും. നോക്കൂ, ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ എഗനിസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് എഗനിസ്റ്റ് ആണ് ഇവിടുത്തെ മൂവ്മെൻറ്റ്. എനർജി വേണം. അത് രണ്ടുമാണ് ഏറ്റവും വലിയ ഡിഫറൻസ്. ഇറ്റ് ഈസ് അഫക്റ്റഡ് ബൈ, എങ്ങനെയാണ്, സെൽസ് ഒരുപാട് തണുത്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പ്രോപ്പറായിട്ട് നടക്കത്തില്ല. അതേപോലെ തന്നെ പോയിസൺസ് ഉണ്ട്, സയനൈഡ്, ഐഡോ അസറ്റിക് ആസിഡ്, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു പ്രസൻസ് ഉണ്ടെങ്കിലും ഇത് വർക്ക് ചെയ്യത്തില്ല. സയനൈഡ്, ഐഡോ അസറ്റിക് ആസിഡ്. അതുകൊണ്ട് എനർജി ഇല്ലെങ്കിൽ നടക്കത്തില്ല. കാരണം ഇറ്റ് ഈസ് ടോട്ടലി ഡിപ്പെൻഡഡ് ഓൺ ATP, എനർജി സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ്, എന്നാലേ അത് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, എക്സാമ്പിൾ സോഡിയം പൊട്ടാസ്യം പമ്പ്. അത് നമ്മൾ പഠിക്കും, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒരിക്കലും അത് ഒഴിവാക്കരുത്. എക്സാമിന് മിക്കവാറും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സോഡിയം പൊട്ടാസ്യം പമ്പ്. ഇനി നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാരിയർ പ്രോട്ടീൻസിനെ കുറിച്ച് കാണാൻ പോവുകയാണ്. അപ്പം യൂണിപോർട്ട് ആയിട്ടുള്ള കാരിയർ പ്രോട്ടീൻസ് ഉണ്ട്. യൂണി എന്ന് പറയുമ്പോൾ എന്തുവാ? ഒരു സബ്സ്ട്രേറ്റിന്, ഒരു മൊളിക്യൂളിനെ മാത്രം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, അല്ലേ? ഇവിടെ നോക്കി കണ്ട, യൂണിപോർട്ട് ഒരെണ്ണത്തിനെ മാത്രമേ ട്രാൻസ്പോർട്ട് ചെയ്യുള്ളൂ. മൂവ് സിംഗിൾ സൊല്യൂട്ട് ഫ്രം വൺ സൈഡ് ടു അനദർ ഇൻ സിംഗിൾ ഡയറക്ഷൻ. അപ്പോൾ യൂണിപോർട്ടിൽ ശ്രദ്ധിക്കേണ്ടത് ഒരു സിംഗിൾ മൊളിക്യൂൾ ഇൻ വൺ
ഡയറക്ഷൻ, സിംഗിൾ ഡയറക്ഷൻ. അപ്പോൾ അതാണത്. യൂണിഫോം മനസ്സിലായോ? അപ്പോൾ അത് എങ്ങനെയായിരിക്കും? ഇൻ ദ ഡയറക്ഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. കോ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ ആരുടെയോ കൂടെ പോകുന്നു അല്ലേ? അപ്പം നമ്മളൊക്കെ പോകുമ്പോൾ വഴിയിൽ ആരുടെയെങ്കിലും കൂടെ നമ്മൾ ഒരു ലിഫ്റ്റ് ഒക്കെ ചോദിച്ച് കയറി പോകത്തില്ലേ? അതേപോലെ എന്താ പറയുന്നത് നോക്കി, സൈമിൾട്ടേനിയസ്ലി ഒരേ സമയം രണ്ട് മോളിക്യൂൾസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അതാണ് കോ ട്രാൻസ്പോർട്ട്. കോ ട്രാൻസ്പോർട്ട് രണ്ട് ടൈപ്പ് ഉണ്ട്, സിമ്പോർട്ട് ആൻഡ് ആൻറ്റിപോർട്ട്. അപ്പം കോ ട്രാൻസ്പോർട്ട് എന്താണെന്ന് മനസ്സിലായി. രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? സിമ്പോർട്ടും ആൻറ്റിപോർട്ട്. അപ്പോൾ അതെന്തുവെന്ന് നോക്കി, സിംപോർട്ട് എന്ന് പറയുമ്പം ഈ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന രണ്ട് മോളിക്യൂൾസ് ഒരേ ഡയറക്ഷനിൽ പോകും. ബൈൻഡ്സ് ടു ഡിസിമിലർ, രണ്ട് വ്യത്യസ്തമായ മോളിക്യൂൾസിനെ ബൈൻഡ് ചെയ്യും. എന്നിട്ട് ട്രാൻസ്പോർട്ട് ഇൻ സെയിം ഡയറക്ഷൻ. അതാണ് സെയിം ഡയറക്ഷൻ എന്നുള്ളത് നിങ്ങൾ എന്തായാലും എഴുതിയിട്ടുണ്ടായിരിക്കണം. എക്സാമ്പിൾ സോഡിയം ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട്. അത് എപ്പോഴും എന്താണ്, ഈ ഡൗൺ ഹിൽ ട്രാൻസ്പോർട്ടിൽ എനർജി റിലീസ് ചെയ്യപ്പെടും. ആ എനർജി ഉപയോഗിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ അടുത്ത സബ്സ്റ്റൻസ് ഇതിൻ്റെ കൂടെ മൂവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സോഡിയത്തിൻ്റെ ഇവിടെ എക്സാമ്പിൾ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സോഡിയത്തിൻ്റെ ഡൗൺ ഹിൽ ട്രാൻസ്പോർട്ട് സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ അതായത് ഈ സോഡിയം കാർ എടുത്ത് വന്നു, ഗ്ലൂക്കോസ് ലിഫ്റ്റ് ചോദിച്ച് വന്നു. മനസ്സിലായോ? അതേപോലെ സ്പെഷ്യാലിറ്റി എങ്ങനെയാണ്? ക്യാൻ മൂവ് സൊല്യൂട്ട്സ് എഗനിസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് കപ്പിൾഡ് വിത്ത് ഡൗൺ ഹിൽ ട്രാൻസ്പോർട്ട് ഓഫ് അതർ സൊല്യൂട്ട്. അതാണ് പറഞ്ഞത് കേട്ടാ. അപ്പം അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു സെല്ലിൻ്റെ ഉള്ളിൽ ഗ്ലൂക്കോസ് കുറേ ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഗ്ലൂക്കോസ് സെല്ലിലേക്ക് ഇനിയും ട്രാൻസ്പോർട്ട് ചെയ്യുകയും വേണം. അപ്പം പുറത്ത് ഉള്ള ഗ്ലൂക്കോസ് ഇതിനകത്ത് കയറണമെങ്കിൽ, ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ ഇപ്പം ഇവിടെ കുറവല്ലേ കോൺസെൻട്രേഷൻ, ഇവിടെ അല്ലേ കൂടുതൽ. നമ്മൾ പഠിച്ചു വച്ചേക്കുന്നതല്ല, ഇവിടെ സിമ്പിൾ ഫിനോമിന എന്ന് പറയുന്നത് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷൻ. ഇവിടെ ഇപ്പം അങ്ങനെ പറ്റത്തില്ല, ഉള്ളിൽ കിടക്കണം. ലോ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷൻ. അപ്പോൾ ഈ എനർജി വേണമല്ലോ. അപ്പോൾ ആരുടെ എനർജി ഉപയോഗിക്കും? സെല്ലിൻ്റെ പുറത്ത് സോഡിയം കൂടുതലാണ്, സോഡിയം അയോൺസ് അല്ലേ? അപ്പോൾ ഈ സോഡിയം അയോൺസ് എങ്ങനെയാ? നോർമൽ യൂണിവേഴ്സൽ ലോ, അതായത് ഹയർ കോൺസെൻട്രേഷൻ ടു ലോ കോൺസെൻട്രേഷനിൽ ഈ സോഡിയം അയോൺസിന് സെല്ലിനകത്ത് കയറാമല്ലോ. അപ്പം അതിൻ്റെ ഈ എനർജി ഉപയോഗിച്ചിട്ട് ആരും കൂടഞ്ഞ് കയറും? ഗ്ലൂക്കോസ്. അപ്പം അതാണ് കോ ട്രാൻസ്പോർട്ട്. ഇവിടെ can move solutes against the concentration gradient coupled with the downhill transport of other solute. ഓക്കെ. ഇനി ആൻറ്റിപോർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കും. ഒരെണ്ണം ഈ ഡയറക്ഷനിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അടുത്തത് മറ്റേ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. 2 molecules in opposite direction simultaneously. ആ വാക്കും നിങ്ങളുടെ ആൻസർ ഉണ്ടായിരിക്കണം, ഒരേ സമയത്ത്. എക്സാമ്പിൾ സോഡിയം കാൽസ്യം കോ ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ്. ഓക്കെ, അത്രേ പറയുന്നുള്ളൂ. ഇനി നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൻ്റെ എക്സാമ്പിൾ ആയിട്ടുള്ള സോഡിയം പൊട്ടാസ്യം പമ്പ് പഠിക്കാൻ പോവുകയാണ്. ഈ സോഡിയം പൊട്ടാസ്യം പമ്പ് അത് നിങ്ങൾക്ക് മനസ്സിൽ നല്ലതായിട്ടിരിക്കാൻ ഞാൻ ഒരു ട്രിക്ക് അത് ചെയ്തത് നമ്മുടെ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാനിവിടെ കാർഡായിട്ട് കൊടുത്തിരിക്കാം. ഓക്കെ. സിഗ്നിഫിക്കൻസ് എന്താണ്? ഇപ്പം ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ, ഇപ്പോൾ ഒരു സെല്ല് എടുത്തു കഴിഞ്ഞാൽ സെല്ലിൻ്റെ അകത്ത് ഏറ്റവും കൂടുതലുള്ളത് പൊട്ടാസ്യവും പുറത്ത് കൂടുതലുള്ളത് സോഡിയവും ആണ്. അപ്പോൾ ഇതാണ് നോർമൽ സിറ്റുവേഷൻ. ഇത് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം നമുക്കറിയാം ഇവിടെ പൊട്ടാസ്യം ഒരുപാടുണ്ട്, ഇവിടെ സോഡിയവും ഒരുപാടുണ്ട്. അപ്പം ഇവിടെ അടങ്ങിയിരിക്കുമോ? ഇവിടെ കൂടുതലുള്ളതുകൊണ്ട് സോഡിയം എപ്പോഴും ഇങ്ങോട്ട് കയറും. നമുക്ക് ഇവിടെ പൊട്ടാസ്യം ഒരുപാടുള്ളതുകൊണ്ട് പൊട്ടാസ്യം എപ്പോഴും ഇങ്ങോട്ട് പോകും. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം എപ്പോഴാണോ രണ്ട് സൈഡിലും തുല്യമാകുന്നത് അതുവരെ ഇത് നടക്കും. അപ്പോൾ ആ സെല്ല് പ്ലാസ്മ മെംബ്രെയിൻ അനങ്ങാതിരുന്ന് കഴിഞ്ഞാൽ നോർമലി വേണ്ടുന്ന കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ സോഡിയം എപ്പോഴും കൂടിയിരിക്കണം, ഇവിടെ പൊട്ടാസ്യം എപ്പോഴും കൂടിയിരിക്കണം. അത് നിലനിർത്തിക്കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പമ്പാണ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ.
മനസ്സിലായോ? പമ്പ് ചെയ്ത് കളയും. ആവശ്യമില്ലാതെ അകത്തോട്ട് കയറി സോഡിയത്തിനെ പമ്പ് ചെയ്ത് പുറത്ത് കളയും. ആവശ്യമില്ലാതെ പുറത്ത് പോയ പൊട്ടാസ്യത്തിനെ പമ്പ് ചെയ്ത് അകത്ത് കയറ്റും. മനസ്സിലായോ? അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഫീച്ചേഴ്സ് റിക്വീസ് ATP. നോക്കൂ, പ്ലാസ്മ മെംബ്രെയിൻ. ഇവിടെയാണ് നമ്മുടെ പമ്പ് ഉള്ളത്. ഈ പമ്പ് ഇപ്പൊ എങ്ങോട്ട് തുറന്നിരിക്കുക? ഇത് ഇൻസൈഡ് ആണേ, സെല്ലിന്റെ ഇൻസൈഡ്. ഇത് ഔട്ട്സൈഡും. അപ്പൊ ഇത് എങ്ങോട്ട് തുറന്നിരിക്കുകയാണ്? ഇൻസൈഡിലോട്ട് തുറന്നിരിക്കുക. ഇൻസൈഡിൽ തുറന്നിരിക്കുമ്പോൾ ഇതിന് ഇഷ്ടം ആരെ ബൈൻഡ് ചെയ്യാനെന്നറിയാമോ? ഈ കറുത്തയെല്ലാം എന്തോ നമ്മുടെ പൊട്ടാസ്യവും, ചുമന്നത് സോഡിയം ആണേ. അപ്പം ഈ അകത്തോട്ട് തുറന്നിരിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെ ബൈൻഡ് ചെയ്യാനാണ്? സോഡിയത്തിനെ. എത്ര സോഡിയത്തിനെ ബൈൻഡ് ചെയ്യും? 3 സോഡിയത്തിനെ ബൈൻഡ് ചെയ്യും. സോഡിയത്തിനെ ബൈൻഡ് ചെയ്ത് ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ലല്ലോ, ഇതിനെ പുറത്ത് കളയണ്ടേ? പുറത്ത് കളയണമെങ്കിൽ നമ്മുടെ ഈ പമ്പ് പുറത്തോട്ട് ഓപ്പൺ ചെയ്യണം. അപ്പോൾ പുറത്തോട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇതിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യണം, ഈ പമ്പിനെ. ആരാ ഫോസ്ഫോറിലേറ്റ് ചെയ്യാൻ വരുന്നത്? ATP വന്നിട്ട്, ATP എന്ന് പറയുമ്പോൾ അറിയാലോ, അഡിനോസിൽ ട്രൈഫോസ്ഫേറ്റ്. അഡിനിൻ ബേസ് 3 ഫോസ്ഫേറ്റും, അതിൽ ഒരു ഫോസ്ഫേറ്റിനെ കൊടുത്തിട്ട് അങ്ങ് പോവും. കണ്ടോ? അപ്പം ഈ പമ്പ് അപ്പം ഫോസ്ഫോറിലേറ്റഡ് ആയി. ഫോസ്ഫോറിലേറ്റഡ് ആകുമ്പോഴത്തേക്ക് ഇതിന് മൊത്തത്തിലൊരു കൺഫർമേഷണൽ ചേഞ്ച് ഉണ്ടാവും. കൺഫർമേഷണൽ ചേഞ്ച് ഉണ്ടാവുന്നതിന്റെ ഫലമായിട്ട് ഇത് എങ്ങോട്ട് തുറക്കും? ഔട്ട്സൈഡിലോട്ട് തുറക്കും. ഔട്ട്സൈഡിലോട്ട് തുറന്നാൽ പിന്നെ ഇതിന് ആരെ ഇഷ്ടമല്ല? നമ്മുടെ സോഡിയത്തിനെ ഇഷ്ടമല്ല. ആരെയാ കൂടുതൽ ഇഷ്ടം? പൊട്ടാസ്യത്തിനെ. 2 പൊട്ടാസ്യം വന്ന് ബൈൻഡ് ചെയ്യും. ഇപ്പം സോഡിയത്തിന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് സോഡിയം ഇറങ്ങി പോയി, സോഡിയം വെളിയിൽ വന്നു. ഇനി എന്താ വേണം? ഈ സോഡിയത്തിനെ അകത്താക്കണ്ടേ? അപ്പം പമ്പ് അകത്തോട്ട് തുറക്കണം. അകത്തോട്ട് തുറക്കണമെങ്കിൽ ഈ ഫോസ്ഫേറ്റ്, അതായത് ഫോസ്ഫോറിലേഷൻ റിമൂവ് ചെയ്യണം. ഫോസ്ഫോറിലേഷൻ ഇല്ലാത്ത സിറ്റുവേഷനിൽ മാത്രമേ പമ്പ് അകത്തോട്ട് തുറക്കുള്ളൂ. അപ്പോൾ അത് മാറി പമ്പ് എങ്ങോട്ട് തുറന്നു? കൺഫർമേഷൻ ചേഞ്ച് വന്ന് പമ്പ് എങ്ങോട്ട് തുറന്നു? അകത്തോട്ട് തുറന്നു. അകത്തോട്ട് തുറന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആര് പോവും? സോഡിയം സെല്ലിൻ്റെ ഉള്ളിലേക്ക് പോകും. മനസ്സിലായോ? വളരെ സിമ്പിളാണ്. ഇതിന് നിങ്ങൾക്ക് നല്ലോണം ക്ലിയർ ആയിട്ട് ആ സ്റ്റെപ്പും ഇങ്ങനെ മറന്നു പോകാതെ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ ആ ഒരു ട്രിക്ക് ചെയ്ത വീഡിയോ നിങ്ങൾ കാണുക. ഓക്കെ. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഇപ്പം നമ്മൾ നോക്കിയപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, 3 സോഡിയത്തിനെ പുറത്ത് കളഞ്ഞു, പക്ഷെ 2 പൊട്ടാസ്യത്തിനെ മാത്രമേ അകത്തോട്ട് എടുത്തുള്ളൂ. അതെന്താ? 3 പൊട്ടാസ്യം എന്താണ് അകത്തോട്ട് എടുക്കാഞ്ഞത്? കാരണമുണ്ട്. നമുക്കറിയാം, പ്ലാസ്മ മെംബ്രെയിൻ്റെ ഔട്ട്സൈഡ് എപ്പോഴും പോസിറ്റീവും ഇൻസൈഡ് നെഗറ്റീവുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. മെംബ്രെയിൻ പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഫലം അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പം പോസിറ്റീവായിട്ടിരിക്കേണ്ടത് പുറത്തെ സൈഡാണ്. മനസ്സിലായി? അപ്പം പോസിറ്റിവിറ്റി ഇവിടെ, അതായത് ഇവിടെ ഉള്ളത് സോഡിയം അയോൺസ് ആണ്. സോഡിയം അയോൺസ് അപ്പോൾ കൂടുതൽ പുറത്തോട്ട് പമ്പ് ചെയ്യണം. അകത്ത് നെഗറ്റിവിറ്റി അല്ലേ നിൽക്കേണ്ടത്. അപ്പം അകത്തോട്ട് ഒത്തിരി പോസിറ്റിവിറ്റി കൊണ്ടുവരേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ആ ഒരു ഡിഫറൻസ്. 3 സോഡിയം പുറത്തു പോകുമ്പോൾ 2 പ്ലസ് ചാർജുള്ള അയൺ മാത്രമേ അകത്തോട്ട് കയറുന്നുള്ളൂ. ഓക്കെ, ഇത് അടുത്ത സൈക്കിൾ ബിഗിൻ ചെയ്യുന്നത് കാണിച്ചതാണ്. ഇനി നമ്മൾ കോ ട്രാൻസ്പോർട്ടാണ് പഠിക്കാൻ പോകും. കോ ട്രാൻസ്പോർട്ട് പഠിച്ചു, ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അതിൻ്റെ എക്സാമ്പിൾ ഉണ്ടായിരുന്നല്ലോ, സോഡിയവും ഗ്ലൂക്കോസും ഒക്കെ പോകുന്നത്, അതൊക്കെ നമ്മൾ കാണും. കോ ട്രാൻസ്പോർട്ട് നടക്കുന്നത് മെയിൻലി അമിനോ ആസിഡ്സിനും ഷുഗേഴ്സിനും മറ്റും മെറ്റബോളൈറ്റ്സിനും കേസിലൊക്കെയാണ് കോ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. ഇത് ഏതിൻ്റെ കൂടെയാണ് കയറി വരുന്നത്? നമ്മുടെ സോഡിയത്തിൻ്റെ കൂടെയാണ് കയറി വരുന്നത്. സോഡിയത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തന്നില്ലേ, സെല്ലിൻ്റെ പുറത്താണ് കോൺസെൻട്രേഷൻ കൂടുതൽ, അതുകൊണ്ട് ഇതിന് പാസീവായിട്ട് സെല്ലിൻ്റെ ഉള്ളിലേക്ക് ഫ്ലോ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലോയിൽ കിട്ടുന്ന എനർജി ഉപയോഗിച്ചിട്ട് മറ്റ് ആവശ്യമുള്ള അയോൺസ് സെല്ലിൻ്റെ ഉള്ളിലേക്ക് മൂവ് ചെയ്യും. അപ്പം ഇതിനകത്തൊരു പോസിറ്റീവ് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സോഡിയം മൂവ് ചെയ്യുന്ന എനർജി ഉപയോഗിച്ചിട്ടാണ് ഇവർ സെല്ലിൻ്റെ ഉള്ളിൽ കയറുന്നത്. അപ്പോൾ ഈ സോഡിയത്തിൻ്റെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാ? നമ്മൾ കുറച്ച് മുമ്പ് കണ്ടു, സോഡിയം പൊട്ടാസ്യം പമ്പ്. ഓക്കെ, അപ്പോൾ അതാണ്ട് ഇത് നമ്മൾ കോ ട്രാൻസ്പോർട്ടാണ് കാണാൻ പോകുന്നത്. നമുക്ക് അറിയാം, നമ്മൾ പഠിച്ചു മനസ്സിലാക്കി, സോഡിയമാണ് ഏറ്റവും കൂടുതൽ പുറത്ത്. അപ്പം സോഡിയം, ഇത് പിന്നെ ഗ്ലൂക്കോസ് അകത്തോട്ട് കയറേണ്ട ആൾ അല്ലേ, ഇത് കാർ എടുത്തോണ്ട് വരുന്ന ആൾ, ഇത് കാറെന്ന് മനസ്സിലാക്കിക്കോളൂ കേട്ടോ. അപ്പം ഇത് ലിഫ്റ്റ് ചോദിച്ച് കൂടെ യാത്ര ചെയ്യാൻ നിൽക്കുന്ന ആൾ.
അപ്പോൾ ഇതേ നോക്കിയേ, കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് നോക്കിയേ, ഇവിടെയാണ് കോൺസെൻട്രേഷൻ കൂടുതലുള്ള സോഡിയത്തിന്. അപ്പോൾ സോറി, ഈ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് കാണിച്ചേക്കുന്നത് ഗ്ലൂക്കോസിൻ്റെയാണേ. ഗ്ലൂക്കോസിൻ്റെ നമുക്കറിയാം സെല്ലിൻ്റെ ഉള്ളിലാണ് കൂടുതൽ. അപ്പം എഗനിസ്റ്റ് ദാറ്റ് ഗ്രേഡിയൻ്റ് ആണ് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ സോഡിയം വന്ന് ബൈൻഡ് ചെയ്തു, ഒപ്പം ആരോട് ബൈൻഡ് ചെയ്തു? ഗ്ലൂക്കോസ്. അപ്പം നമ്മുടെ കാരിയർ പ്രോട്ടീന് കൺഫർമേഷണൽ ചേഞ്ച് നടന്ന് അത് അകത്തോട്ട് തുറന്ന് കഴിയുമ്പോഴത്തേക്ക് സോഡിയവും റിലീസ് ചെയ്യും, ഗ്ലൂക്കോസും റിലീസ് ചെയ്യും. അങ്ങനെയാണ് ഗ്ലൂക്കോസ് സെല്ലിൻ്റെ ഉള്ളിലേക്ക് അവൈലബിൾ ആവുന്നത്. ക്ലിയർ ആയോ? ഓക്കേ. എന്നിട്ട് പിന്നെ തിരിച്ച് ഈ സോഡിയം പുറത്ത് പോയി കഴിയുമ്പം ഈ കാരിയർ പ്രോട്ടീൻ വീണ്ടും പഴയ കൺഫർമേഷനിൽ വരും. അടുത്ത സൈക്കിൾ എന്ന് പറയുമ്പോൾ അടുത്തൊരു സോഡിയം ഗ്ലൂക്കോസും ബൈൻഡ് ചെയ്യും. ഈ കാരിയറിൻ്റെ കൺഫർമേഷൻ ചേഞ്ച് സംഭവിച്ചിട്ട് ഈ കാരിയർ തിരിഞ്ഞ് അകത്തോട്ട് ഓപ്പൺ ചെയ്യും. അങ്ങനെ ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ഇനി ബൾക്ക് ട്രാൻസ്പോർട്ടാണേ. ബൾക്കായിട്ട് അല്ലേ, ബൾക്കായിട്ട് പോവും. അത് തന്നെയാണ് സംഭവം. ലാർജ് സ്കെയിൽ ട്രാൻസ്പോർട്ടാണ് ഇൻടു ആൻഡ് ഔട്ട് ഓഫ് ദി സെൽ ത്രൂ ദി പ്ലാസ്മ മെംബ്രെയിൻ. ബൾക്കായിട്ട് പ്ലാസ്മ മെംബ്രെയിൻ എക്രോസ് ആയിട്ട് സബ്സ്റ്റൻസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ് ബൾക്ക് ട്രാൻസ്പോർട്ട്. ടൈപ്സ് ഏതൊക്കെയാണ്? എൻഡോസൈറ്റോസിസ്, എക്സോസൈറ്റോസിസ്. എൻഡോ എന്ന് പറയുമ്പോൾ എൻ്റർ, സെല്ലിൻ്റെ ഉള്ളിലേക്ക്. എക്സോസൈറ്റോസിസ് എന്ന് പറയുമ്പം സെല്ലിൻ്റെ പുറത്തേക്കുള്ള മൂവ്മെൻറ്റ്. ഇപ്പോൾ എൻഡോസൈറ്റോസിസ് നോക്കിയേ, അപ്പോൾ അതിൻ്റെ കുറേ സബ്സ്റ്റൻസസ് വന്നു കേട്ടോ, വന്ന് പ്ലാസ്മ മെംബ്രെയിൻ അകത്തോട്ടൊന്ന് വളഞ്ഞൊരു വാക്യൂളായിട്ട് ഫോം ചെയ്യും. ഇതിനെ ഉള്ളിലാക്കും കണ്ടോ, ഉള്ളിലാക്കി കണ്ടോ എടുത്തു. എന്നിട്ട് സെല്ലിൻ്റെ ഉള്ളിൽ ഈ സബ്സ്റ്റൻസ് ചിലപ്പം എവിടെയാണോ എത്തപ്പെടേണ്ടത് അവിടെ എത്തിയിട്ട് ചിലപ്പോൾ അതൊരു ഓർഗനലായിരിക്കും, സെല്ലിൻ്റെ ഉള്ളിൽ ഓർഗനലായിരിക്കും, അതുമായിട്ട് അങ്ങ് ഫ്യൂസ് ചെയ്യും. അപ്പോൾ ഈ സബ്സ്റ്റൻസ് എവിടെയാണോ അതിൻ്റെ ഡെസ്റ്റിൻഡ് പ്ലേസ് അവിടെ എത്തിച്ചേരും. ഇനി എൻഡോസൈറ്റോസിസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. പീനോസൈറ്റോസിസും ഫാഗോസൈറ്റോസിസും ഉണ്ട്. പീനോ മീൻസ് ഡ്രിങ്കിങ് എന്നാണ്. അപ്പം പീനോസൈറ്റോസിസ് വാട്ടറിൻ്റെ എൻഗൾഫ്മെൻ്റ് ആണ്. ഫാഗോസൈറ്റോസിസ് പറയും സോളിഡ് പാർട്ടിക്കിളിൻ്റെ. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ, എൻഡോസൈറ്റോസിസ്, റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസ്. അപ്പോൾ ഇത് ഇത്രയും നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് എക്സോസൈറ്റോസിസ്, കാരണം ബൾക്ക് ട്രാൻസ്പോർട്ടിൻ്റെ രണ്ട് മെത്തേഡാണ് എൻഡോസൈറ്റോസിസും എക്സോസൈറ്റോസിസും. എൻഡോസൈറ്റോസിസ് എന്താണെന്ന് നമ്മൾ ജസ്റ്റ് സിമ്പിൾ കണ്ടു, അതിൻ്റെ ടൈപ്സും പറഞ്ഞു. ഇനി എക്സോസൈറ്റോസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഇതിനകത്ത് നമുക്ക് സെല്ലിൽ നിന്ന് പുറത്തേക്ക് കളയേണ്ടത്. ഇതിങ്ങനെ വരും, ഇത് ഒരു മെംബ്രെയിൻ ഉണ്ട്, ഈ മെംബ്രെയിൻ വന്ന് പ്ലാസ്മ മെംബ്രെയിനുമായിട്ട് ഫ്യൂസ് ചെയ്യും, എന്നിട്ട് ഈ സബ്സ്റ്റൻസ് പുറത്തേക്ക് റിലീസ് ചെയ്യും. അതാണ് ഈ എക്സോസൈറ്റോസിസ്. ഓക്കെ. പീനോസൈറ്റോസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്ലൂയിഡ് മെറ്റീരിയൽസിൻ്റെ ബൾക്ക് ട്രാൻസ്പോർട്ടാണ് ഔട്ട്സൈഡ് ടു ഇൻസൈഡ്. ഇനി ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ഐ ഡ്രിങ്ക് എന്നാണ് കേട്ടോ. ഇനി ഈ പീനോസൈറ്റോസിസ് എങ്ങനെയാണ് നടക്കുക? അത് നടക്കാൻ കാരണം ചില പ്രോട്ടീൻസ്, അമിനോ ആസിഡ്സ്, സർട്ടൻ അയോൺസ്. ഇപ്പോൾ ഒരു സെല്ലെടുക്കുകയാണെങ്കിൽ സെല്ലിൻ്റെ പ്ലാസ്മ മെംബ്രെയിനിൽ ഒരുപാട് റിസപ്റ്റേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ ഈ റിസപ്റ്റേഴ്സിൽ ഇതിൻ്റെ ചുറ്റും ഉള്ള ചില പ്രോട്ടീൻസ് പോയി ബൈൻഡ് ചെയ്യും. പ്രോട്ടീൻസ് ആവാം, അമിനോ ആസിഡ്സ് ആവാം, അയോൺസ് ആവാം. ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സിഗ്നൽ പാത്വേ നടക്കും, ഒരു മെസ്സേജിങ് നടക്കും. അതിൻ്റെ ഫലമായിട്ടാണ് എന്താ ചെയ്യുന്നത്, ഈ പ്ലാസ്മ മെംബ്രെയിൻ ഇൻവാജിനേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അതാണ് പറയുന്നത് പീനോസൈറ്റോസിസ് ഇൻഡ്യൂസ്ഡ് ബൈ ദ appropriate concentration of proteins, amino acids or certain ions in the medium surrounding the cell. ഇനി പ്രോസസ്സ് എങ്ങനെയാണ്? മൈക്രോപീനോസൈറ്റോസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഈ പ്ലാസ്മ മെംബ്രെയിൻ മടങ്ങിയിട്ട് ഉണ്ടാവുന്ന വെസിക്കിളിൻ്റെ സൈസ് ചെറുതായിരിക്കും, 0.1 മൈക്രോമീറ്റർ. മാക്രോ എന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന വെസിക്കിളിൻ്റെ സൈസ് ഇതിലൂടെ വലുതായിരിക്കും, 1 to 2 മൈക്രോമീറ്റർ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസ്. അപ്പോൾ ബൾക്ക് ട്രാൻസ്പോർട്ട് രണ്ട് ടൈപ്പ് ഏതായിരുന്നു? എക്സോസൈറ്റോസിസ്, എൻഡോസൈറ്റോസിസ്. അതിൽ എൻഡോസൈറ്റോസിസ് രണ്ടല്ല 3 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞതിൽ ഏതൊക്കെയായിരുന്നു? പീനോസൈറ്റോസിസ്, ഫാഗോസൈറ്റോസിസ് ആൻഡ് റിസപ്റ്റർ മീഡിയേറ്റഡ്. അത് പീനോസൈറ്റോസിസ് പറഞ്ഞു, റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസ് നമുക്ക് നോക്കാം. ഇത് ഏത് സിറ്റുവേഷനിലാണ് ഈ ഒരു ടൈപ്പിൽ പ്രോസസ്സ് നടക്കുന്നത്? സെല്ലിൻ്റെ ഉള്ളിലേക്ക് എടുക്കേണ്ട സബ്സ്റ്റൻസ്
വെരി ലോ കോൺസെൻട്രേഷൻ, കുറച്ചേ ഉള്ളെങ്കിൽ മാത്രം, കുറച്ചേ ഉള്ളെങ്കിൽ നമ്മൾ ഇങ്ങനെ നുള്ളിപ്പറക്കി എടുക്കത്തില്ലേ, അത് തന്നെയാണ് ഇവിടുത്തെ കാര്യം. അപ്പം ഇത് എക്സ്ട്രാ സെല്ലുലാർ സ്പേസ്, ഇത് സെൽ പ്ലാസ്മ മെംബ്രെയിൻ. ഓക്കെ, ഇത് സെല്ലിൻ്റെ ഉൾഭാഗം. അപ്പം ഈ പ്ലാസ്മ മെംബ്രെയിനിൽ ചില റിസപ്റ്റേഴ്സ് ഉണ്ട്, കണ്ടോ? ഈ റിസപ്റ്റേഴ്സിൽ ആ സബ്സ്റ്റൻസ്, ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട സബ്സ്റ്റൻസ് വന്ന് ബൈൻഡ് ചെയ്യും. അപ്പം ആ ശ്രദ്ധിച്ചോ നിങ്ങൾ, സബ്സ്റ്റൻസ് വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ ഈ റിസപ്റ്റേഴ്സ് മൂവ് ചെയ്ത് ചില പിറ്റുകളിലേക്ക് വരും. നോക്കിയേ, കണ്ടോ? ആ സബ്സ്റ്റൻസിനെ ബൈൻഡ് ചെയ്ത് ഇതൊരു പിറ്റിലേക്ക് വരും. ആ പിറ്റ് എന്ന് വെച്ചാൽ എന്താ അറിയത്തില്ല, ഒരു ഡിപ്രഷൻ, ഒരു കുഴി. അപ്പം ഈ പിറ്റ്, അതിൻ്റെ ഇവിടെ ഒരു കോട്ടിംഗ് ഉണ്ട്, ക്ലാത്രിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ്റെ ഒരു കോട്ടുണ്ട്. അപ്പം ക്ലാത്രിൻ കോട്ടഡ് പിറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇതിങ്ങനെ അടങ്ങിയിരിക്കുമോ? ഇല്ല. ഈ പിറ്റ് വീണ്ടും അകത്തേക്ക് ഡീപ്പായിട്ട് ഇതിൽ നിന്ന് പിഞ്ച് ഓഫ് ചെയ്യും. നോക്കിക്കോ, എന്നിട്ട് ഇത് ഡീപ്പായി, ഉണ്ടോ? ഇപ്പോൾ ഇത്തിരി കൂടെ ഡീപ്പായിട്ട് അത് പിഞ്ച് ഓഫ് ചെയ്തു. അപ്പോൾ അതിനകത്ത് നമുക്ക് റിസപ്റ്റർ കാണാം, അകത്തോട്ട് നമ്മൾ എടുത്ത ആ സബ്സ്റ്റൻസ് ഉണ്ട്, പിന്നെ ഈ ക്ലാത്രിൻ കോട്ടും ഉണ്ട്. അപ്പോൾ ഇതൊരു വെസിക്കിൾ പോണക്ക് തോന്നില്ലേ? അപ്പം ആ ക്ലാത്രിൻ കോട്ടഡ് വെസിക്കിൾ എന്നാണ് അതിനെ പറയുന്നത്. ആ ക്ലാത്രിൻ കോട്ട് അടുത്ത സ്റ്റെപ്പിൽ അതിനെ അങ്ങ് റിലീസ് ചെയ്യും. അപ്പോൾ പോയി, ക്ലാത്രിൻ കോട്ട് പോയി. മനസ്സിലായോ? അപ്പം ഇങ്ങനെയുള്ള ഒന്നിൽ കൂടുതൽ വെസിക്കിൾസ് ഉണ്ടായിരിക്കും. ഇത് തമ്മിലങ്ങ് ഫ്യൂസ് ചെയ്യും. കണ്ടോ? ഫ്യൂസ് ചെയ്തിട്ട് ഒരു ഇത്തിരി വലിയ വെസിക്കിളായിട്ട് ഫോം ചെയ്യും. കണ്ടോ? വെസിക്കിളായിട്ട് ഫോം ചെയ്തിട്ട് ഈ വെസിക്കിളിൻ്റെ ഉള്ളിൽ അപ്പോഴും റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്തിരിക്കുകയല്ലേ ആ അകത്തോട്ട് എന്താ ക്യാരി ചെയ്ത് വന്ന സബ്സ്റ്റൻസ്. ആ സബ്സ്റ്റൻസ് അതിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും നോക്കിയേ, ആ വലിയ വെസിക്കിള് അങ്ങ് രണ്ടായിട്ട് മുറിഞ്ഞു മാറും. അതിൽ ഒരു ഹാഫിൽ റിസപ്റ്റേഴ്സും വരും, ഒരു ഹാഫിൽ നമ്മൾ അകത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത മെറ്റീരിയൽസും വരും. അപ്പോൾ 2 വെസിക്കിൾസായി. അപ്പോൾ ഇതിൽ റിസപ്റ്റർ ഇനിയും പോയി അടുത്ത ആൾക്കാരെ പിടിച്ചുകൊണ്ട് വരണ്ടേ, അപ്പോൾ അത് റീസൈക്കിൾ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് പ്ലാസ്മ മെംബ്രെയിനിലോട്ട് അതവിടെ പോയി ചെയ്യും. പിന്നെ നമുക്ക് അകത്തോട്ടെടുത്ത സബ്സ്റ്റൻസ് ഉണ്ട്, അത് നോക്കും ഇത് എങ്ങോട്ട് പോകാനുള്ളതാണെന്നൊക്കെ നോക്കും. ഇല്ല, പോസ്റ്റ്മാൻ ലെറ്റർ കൈ കിട്ടുമ്പോൾ അഡ്രസ് നോക്കിയിട്ട് വീടുകളിൽ എത്തിക്കത്തില്ലേ, അതേ പോണം. സോറി. ഇനി ഫാഗോസൈറ്റോസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് എൻഡോസൈറ്റോസിസിൽ അടുത്തൊരു ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ട് അല്ലേ. പീനോസൈറ്റോസിസ് കണ്ടു, റിസപ്റ്റർ മീഡിയേറ്റഡ് കണ്ടു, അടുത്തതാണ് ഫാഗോസൈറ്റോസിസ്. എന്താ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുമ്പോഴത്തേക്ക്, ലാർജ് ഉണ്ടോ, എൻഡോസൈറ്റോസിസ് ഓഫ് ലാർജർ ക്വാണ്ടിറ്റീസ് ഓഫ് മെറ്റീരിയൽസ് ദാൻ പീനോസൈറ്റോസിസ്. പീനോസൈറ്റോസിസ് എന്ന് പറയുമ്പോൾ കുറച്ച് സാധനം കൂടുതൽ വെള്ളവുമായിട്ട് അകത്തോട്ട് എടുക്കുന്നതാണ് പീനോസൈറ്റോസിസ്. അപ്പം പീനോസൈറ്റോസിസോ റിസപ്റ്റർ മീഡിയേറ്റഡ് എൻഡോസൈറ്റോസിസോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാട്ടിൽ കൂടുതൽ സബ്സ്റ്റൻസസ് അകത്തേക്ക് എൻഗൾഫ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫാഗോസൈറ്റോസിസ്. അപ്പോൾ ഫാഗോസൈറ്റോസിസിൻ്റെ ഡിഫറൻസ് മനസ്സിലായോ? ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലാർജർ ക്വാണ്ടിറ്റീസ് ഓഫ് മെറ്റീരിയൽസ് എന്നുള്ളതാണേ. മെച്ച്നിക്കോഫാണ് ഈ പ്രോസസ്സ് ഡിസ്ക്രൈബ് ചെയ്തത്. അപ്പം അകത്തോട്ടെടുക്കുന്നത് നേരത്തെയൊക്കെ മറ്റ് പ്രോസസ്സ് കണ്ടതുപോണക്ക് എന്തുവാണ്, സെല്ലിൻ്റെ ഉള്ളിൽ പ്ലാസ്മ മെംബ്രെയിൻ ഇൻവാജിനേറ്റ് ചെയ്തിട്ട് വാക്യൂൾസ് ഫോം ചെയ്തെയാണ് ഇവിടെയും എന്തോ എൻഗൾഫ്മെൻറ്റ് നടക്കുന്നത് കേട്ടോ. അതിനെ ഫാഗോസോംസ് എന്ന് പറയും. ആ പാത്വേയിൽ ഉണ്ടാവുന്ന വാക്യൂൾസ്, അതിനുള്ള പേരാണ് ഫാഗോസോംസ് എന്ന് പറയുന്നത്, വേറെ ഒന്നുമില്ല. ഞാൻ പ്രോസസ്സ് എന്താന്ന് നോക്കിയാൽ ഇവിടെ എന്താ സംഭവിക്കുന്നേ, ഈ ഫാഗോസോംസിൻ്റെ ഉള്ളിൽ ഒരു പ്രേ, ഇപ്പം ചിലപ്പോൾ എന്തെങ്കിലും ഫോറിൻ ബോഡിയോ ബാക്ടീരിയോ ഒക്കെ ആയിരിക്കും, എത്തിപ്പെട്ട് കഴിയുമ്പോൾ ഈ ഫാഗോസോമിൽ നിന്ന് ചില സെക്രീഷൻസ് ഉണ്ടാവും, അത് വെച്ചിട്ട് അതിൽ ട്രാപ്ഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ ഇമ്മൊബിലൈസ് ചെയ്യും. അങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഇത്രയുമൊക്കെയാണ് പ്ലാസ്മ മെംബ്രെയിൻ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. വിത്ത് ദിസ് ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് ദിസ് സെക്ഷൻ. താങ്ക് യു. I should fuck her in the Benz.